സ്റ്റുഡൻസ് ലാസ്റ്റ് ഡേ നമ്മൾ പോർഷൻ എൻഡ് ചെയ്തത് എന്തായിരുന്നു? പ്രിവെൻറ്റീവ് മെഷീനറി. എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാന്നുള്ളതിൽ പ്രിവെൻറ്റീവ് മെഷീനറി അല്ലെങ്കിൽ വോളണ്ടറി അല്ലെങ്കിൽ അത്ര നിർബന്ധമല്ലാതെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചത്. ഇൻ വിച്ച് വി ഹാവ് സ്റ്റഡീഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, കളക്റ്റീവ് ബാർഗെയിനിങ്, ഗ്രീവൻസ് പ്രൊസീജിയർ, ട്രൈപാർട്ടൈറ്റ് ബോഡീസ്, കോഡ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്യാം. സെറ്റിൽ ചെയ്തിരിക്കണം. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഈസ് എ സ്റ്റാറ്റുറ്ററി റിക്വയർമെൻറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുന്നത് പവർ ഓഫ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ദാറ്റ് ഈസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. ഇനി വരുന്ന ഫോളോയിങ് സർക്കംസ്റ്റൻസസിലാണ് നമുക്കൊരു അബ്ജുഡിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിന്. എങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സായി, ആ ഡിസ്പ്യൂട്ട് ഭയങ്കര വേഴ്സായെങ്കിൽ ആ സിറ്റുവേഷൻ കാരണം നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നിന്നു, സ്ട്രൈക്ക് ഉണ്ടായി, അങ്ങനെ പ്രൊഡക്ഷൻ മുഴുവൻ നിന്നുപോയി. അതേപോലെ ഒരു എമർജൻസി പീരീഡിലാവുമ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് ആ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള കേസിൽ അതേപോലെ ആ പ്രൊഡക്ഷൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള 4 കേസുകളിലാണ് നമ്മൾ അബ്ജുഡിക്കേഷൻ എന്ന മെത്തേഡ്, സെറ്റിൽമെൻറ്റ് മെത്തേഡ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സോ നമുക്ക് എന്താണ് അബ്ജുഡിക്കേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മാൻഡേറ്ററി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബൈ എ കോർട്ട് ഓർ ട്രിബ്യൂണൽ. മാൻഡേറ്റ് ആയിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിനാണ് അബ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the government refers the dispute for adjudication depending on the failure of the conciliation proceedings. എന്തൊക്കെ സമാധാനപരമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ നോക്കിയാലും ഒരു ഡിസ്പ്യൂട്ട് തീരാതെ വരുമ്പോഴാണ് കോർട്ടിലോട്ട് ആ കേസ് പോകുന്നത്. This is called adjudication. Section 10 of Indian Dispute Act provide reference of dispute to Labour Court or Tribunal. Adjudication പറഞ്ഞിരിക്കുന്നത് സെഷൻ 10-ലാണ്. സെഷൻ 10 of Indian Dispute Act. That the dispute are referred to adjudication on the recommendation of conciliation officer who has dealt with the case earlier. ഇത് സമാധാനമായിട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന ഓഫീസർ ആയിരിക്കും ലേറ്റർ ഇത് അബ്ജുഡിക്കേഷന് വേണ്ടി കോർട്ടിലോട്ട് എത്തിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ആണ് അത് കൺസിലേഷൻ ഓഫീസറിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, the main object of the adjudication is to maintain industrial peace by stopping the parties from causing work stoppage and providing a method for settlement of dispute. നോർമലി ഒരു അഡ്ജുഡിക്കേഷൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ പീസ് ഉണ്ടാക്കുക, അതേപോലെ വർക്ക് സ്റ്റോപ്പേജ് ഒന്നും നടക്കാതെ ശ്രദ്ധിക്കുക. ഇതായിരിക്കും അവരുടെ മെയിൻ പർപ്പസ്. ശരിക്കും അബ്ജുഡിക്കേഷനിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടി വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ദേ വിൽ ബി ടേക്കിംഗ് ദ ഡിസിഷൻ. 2 ട്രേഡ് യൂണിയനും മാനേജ്മെൻറ്റും അല്ലാതെ ഒരു എക്സ്ട്രാ ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് അവരുടെ ഡിസിഷനായിരിക്കും കോർട്ട് തീരുമാനത്തിലെടുക്കുന്നത്. So there are different ways. That is by labor court. Labor court consists of one person who normally sit on an ex-judge of high court ആയിരിക്കും ആ പുള്ളി. And it may be constituted by the appropriate government for adjudication. അതാണ് ലേബർ കോർട്ടിലുള്ള അബ്ജുഡിക്കേഷൻ. Then by industrial tribunal വഴി ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ എ വൺ മാൻ ബോഡി. ഒരാളിരുന്നിട്ട് ഇതിന് ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ കോഡ്. ഹിയർ ദ പ്രിസൈഡിങ് ഓഫീസർ ക്യാൻ ഹാവ് ടു അസസേഴ്സ് ഓർ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. മറ്റേതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഹി വിൽ ബി ദി ജഡ്ജ് ഓഫ് ദി ഹൈ കോർട്ട്. ബട്ട് ഇൻ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഹി വിൽ ബി ഹാവിങ് 2 assistants too. They will give advices or recommendation regarding the decision. Then third one by the national tribunal. National tribunal എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ പോലെയാണ്. ആൻഡ് ഇറ്റ് വിൽ ഈ അണ്ടർടേക്കിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ ഇഷ്യൂസും തീർക്കുന്നത് നാഷണൽ ട്രിബ്യൂണലായിരിക്കും. സോ ബൈ ദ ലേബർ കോഡ്, ബൈ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ ട്രിബ്യൂണൽ അബ്ജുഡിക്കേഷൻ പ്രോസസ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. നെക്സ്റ്റ് തേർഡ് വൺ, വോളണ്ടറി ആർബിട്രേഷൻ. Voluntary arbitration is a method for settling industrial disputes under the Indian Dispute Act 1947. ഇതിലെന്താ ചെയ്യുന്നത്? എ തേർഡ് ന്യൂട്രൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ജഡ്ജ് നമ്മളുടെ 2 പാർട്ടീസിൻ്റെ ഫാക്റ്റ് എല്ലാം കേൾക്കും. എന്നിട്ട് അതിൽ യൂണിയൻ ഉണ്ടാവും. പ്രൈമറി പാർട്ടിയായിട്ട് യൂണിയൻ ഉണ്ടാവും. ആൻഡ് ദ എംപ്ലോയർ ആയിരിക്കും സെക്കൻഡറി പ്രൈമറി പാർട്ടി. എന്നിട്ട് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. 2 പാർട്ടീസിന് ഒരു ന്യൂട്രൽ പാർട്ടി, ഒരു തേർഡ് ന്യൂട്രൽ പാർട്ടി ഈ 2 കേസും കേൾക്കുന്നു. ദിസ് ഈസ് വോളണ്ടറി ആർബിട്രേഷൻ. നെക്സ്റ്റ്, ബൈപാർട്ടൈറ്റ് കമ്മിറ്റീസ്. If either the union or the management resist
the establishment of voluntary collective bargaining, but the state feels that collective bargaining will be effective. It may advise or encourage or even impose collective bargaining compulsory on the two parties to settle their dispute through negotiation and discussion. ഇൻ ദ കേസ് രണ്ട് പാർട്ടീസ് ഉള്ളവർക്ക് അവർക്ക് കഴിയില്ല ഒരു ഇരുന്ന് സംസാരിച്ച് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഡിസിഷൻ എടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനം എടുക്കും. ഇങ്ങനെ എന്തായാലും ചെയ്താലേ ഇങ്ങനൊരു കൺസൈലേഷൻ പ്രോസസ്സ് നടന്നാലേ ഈ ഇഷ്യൂ സോൾവ് ആവുമെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ ഡിഫറെൻറ്റ് പാർട്ടി. അതിനെയാണ് ബൈപാർട്ടേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദേ വിൽ ബി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് അറ്റ് ഫാക്ടറി ലെവൽ who will be constituted and assembled. ഈ ബൈപാർട്ടേറ്റിൽ വർക്കേഴ്സും ഉണ്ടാകും, എംപ്ലോയീസും ഉണ്ടായിരിക്കും. Such committee will work on the principle of not the evil in the bud, nip the evil in the bud. എന്താണ് കുഴപ്പമെന്നുള്ളത് അത് മാത്രം എടുത്ത് കളയുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിപ് ദ ഈവൽ ഇൻ ദ ബഡ് എന്ന് പറയും. റിമൂവ് ദ ഈവൽ. ഒരു ബഡിലെ മോശമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ മറിച്ച് കളയത്തില്ലേ, that is. And settle the dispute as soon as they appear and do not permit them to grow large and take an unmanageable shape. ഒരിക്കലും ആ ഒരു ക്യാൻസറസ് ഗ്രോത്ത് പോലെ നമ്മൾ അതിനെ വെച്ചുകൊണ്ടിരിക്കാതെ അതിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കി ഓർഗൻസിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ, ദാറ്റ് ഇസ് ബാക്കി വർക്കിങ്ങിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇതാണ് ബൈപാർട്ടി കമ്മിറ്റിയുടെ മെയിൻ പേർപ്പസ്. ആൻഡ് സിമിലർലി ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട് ബൈപാർട്ടൈറ്റ് കമ്മിറ്റി. ദാറ്റ് ഈസ് ടു പ്രൊമോട്ട് മെഷേഴ്സ് ഫോർ സെക്യൂറിങ് ആൻഡ് പ്രിസർവിങ് അമിറ്റി ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വർക്കർ ആൻഡ് ദ എംപ്ലോയർ. വർക്കർ എംപ്ലോയർ തമ്മിൽ ഗുഡ് റിലേഷന് വേണ്ടി, കമൻറ്റ് അപ്പോൺ മാറ്റേഴ്സ് ഇൻ ദ കോമൺ ഇൻട്രസ്റ്റ്, രണ്ടുപേരെയും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ, എൻകറേജ് ബോത്ത് ദ പാർട്ടീസ് ടു സെറ്റിൽ ദെയർ ഡിഫറൻസ് ഇഫ് ദർ ഇസ് നോ ആർബിട്രേറ്റർ. ഇടയിലൊരു ആർബിട്രേറ്റർ ഇല്ലെങ്കിൽ എങ്ങനെ അവരുടെ പാർട്ടീസ് അവരുടെ ഇഷ്യൂസ് ഡിഫറൻസസ് ഒക്കെ എൻകറേജ് ചെയ്ത് സെറ്റിൽ ചെയ്യും, അതിന് വേണ്ടിയിട്ടും ബൈപാർട്ടൈറ്റ് കമ്മിറ്റി യൂസ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദി some of the methods. And another one is conciliation. നേരത്തെ പറഞ്ഞു conciliation officer. It is a process by which representatives of the workers and employees are brought together before a third party for finding solution to their dispute through discussion. ആൾമോസ്റ്റ് ലൈക്ക് ബൈപാർട്ടേറ്റ് പോലെ രണ്ട് കൂട്ടരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും, ബട്ട് ദേ വിൽ ബി ടേക്കൺ ടു എ തേർഡ് പാർട്ടി ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ. ഈ ഡിസ്പ്യൂട്ടിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക തേർഡ് പാർട്ടിയിലേക്ക് എത്തിക്കും. ദാറ്റ് ഈസ് എ കൺസൈലേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ഈസ് കെപ്റ്റ് ഗ്രോയിങ് ഓൺ ത്രൂ ദ ആക്ടിവിറ്റീസ് ഓഫ് എ കൺസൈലേറ്റർ. കൺസൈലേറ്റർ എന്ന് പറഞ്ഞ ഇടയിൽ ഒരാളുണ്ടാവും. ഹി വിൽ ബി ദ തേർഡ് പാർട്ടി. ഹി വിൽ ബി ഹിയറിങ് എവറിത്തിങ്. He will help in resolving their difference and keep them to understand and appreciate the situation better. എങ്ങനെ അത് നല്ല രീതിയിൽ എൻഡ് ചെയ്യാം എന്നത് കൺസൈലേറ്ററിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ദ സെഷൻ 4 ഓഫ് ദ ആക്ട് ആണ് എത്ര പേഴ്സൺസ് വേണം ഒരു കൺസൈലേറ്റർ ഓഫീസറായിട്ട് വേണ്ടത് എന്നത് ഡിസൈഡ് ചെയ്യുന്നത്. സെഷൻ 4. The conciliation officer shall submit a report within 14 days. ഈ കൺസൈലേഷൻ പ്രൊസീഡിങ്സ് കഴിഞ്ഞ് 14 ദിവസത്തിനകം പുള്ളി റിപ്പോർട്ട് കൊടുക്കണം. The act prohibits a strike or a lockdown when the conciliation procedure is in process. ഇങ്ങനെ ഒരു കൺസൈലേഷൻ പ്രൊസീജിയർ നടക്കുമ്പോൾ ഒരിക്കലും അവിടെ ആ കമ്പനിയിൽ ഒരു സ്ട്രൈക്കോ ലോക്ക്ഡൗണോ ഉണ്ടാവരുത്. He should be acting as a catalyst, a communication catalyst for bringing bond between the worker and the employer. Okay. This is what is mentioned in the conciliation. അതേപോലെ ഈ കൺസൈലേഷൻ ഓഫീസേഴ്സിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. വാട്ട് ആർ ദി? ഫസ്റ്റ് വൺ, മീഡിയേറ്റ് ആൻഡ് പ്രൊമോട്ട് ദ സെറ്റിൽമെൻറ്റ്. മീഡിയേറ്റ് ചെയ്യുക, എന്നിട്ട് സെറ്റിൽമെൻറ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. ടു ഹോൾഡ് ദ കൺസൈലേഷൻ പ്രൊസീഡിങ്സ്, ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഡിസ്പ്യൂട്ട്, to send a report and memorandum of settling to the appropriate government, to send a full report to the government about the steps taken where no settlement is arrived. എന്നുവെച്ചാൽ ഈ എങ്ങനെ സെറ്റിൽമെൻറ്റിലേക്ക് എത്താം, അതിൻ്റെ ഇഷ്യൂസ് എന്തെന്ന് പഠിക്കുക, ആ പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു റിപ്പോർട്ട് ഇട്ട് ആ റിപ്പോർട്ട് കൊടുക്കുക. ഇനി ഈ കൺസലേഷൻ പ്രൊസീജിയർ കൊണ്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമ്മളിത് കോർട്ടിലേക്ക് അഡ്ജുഡിക്കേഷനും ബാക്കി ബൈപാർട്ടി കമ്മിറ്റി വോളണ്ടറി ആർബിട്രേഷനിലേക്ക് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു റിപ്പോർട്ടും ഗവൺമെൻറ്റിൽ കൊടുക്കാം. വെൻ ദ സെറ്റിൽമെൻറ്റ് ഇസ് നോട്ട് അറ്റ് റിക്വയർഡ്, ദറ്റ് ഇസ് നോട്ട് അറ്റ് റീച്ച്ഡ്, സെറ്റിൽമെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ട്രൈപാർട്ടേറ്റ് ബോഡി. ട്രൈപാർട്ടേറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഇസ് ടു ഡിറ്റർമിൻ ദ പ്ലാൻ ഫോർ സെറ്റിൽമെൻറ്റ് ഫോർ ഓൾ ഡിസ്പ്യൂട്ട്. എല്ലാ ഡിസ്പ്യൂട്ടും തീർക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈപാർട്ടേറ്റ് ബോഡി വരുന്നത്. ഇറ്റ് ഈസ് അത് ബിഗിൻ ചെയ്തൊരു സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷൻ ആയിട്ടായിരുന്നു ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ YT
കമ്മീഷൻ ടു ദ ILO ഇൻ 1931. 1931 വൈഡ്ലി കമ്മീഷനാണ് ട്രൈപാർട്ടൈറ്റ് ബോഡിയെ ഒരു സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷനായിട്ട് വന്നത്. ഇറ്റ് ഈസ് ടു എൻഷുർ സഫിഷ്യൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേരിയസ് ഇൻട്രസ്റ്റ് ഇൻവോൾവ്, എൻകറേജ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി എംപ്ലോയർ ആൻഡ് ദ ഗവൺമെൻറ് ടു മീറ്റ് റെഗുലർലി. ഒരു എംപ്ലോയറിൻ്റെയും എംപ്ലോയിയുടെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സ് റെഗുലർലി മീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ട്രൈ പാർട്ടി. 3 പാർട്ടീസ് ഉണ്ട്. മറ്റേത് ബൈ പാർട്ടിയിൽ ജസ്റ്റ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. ട്രൈ പാർട്ടിയിൽ എംപ്ലോയി ആൻഡ് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു. പ്ലാൻ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ദെൻ ടു പ്രൊമോട്ട് യൂണിഫോമിറ്റി ഇൻ ദ ലേബർ ലോസ് ആൻഡ് ലെജിസ്ലേഷൻ, ടു ബ്രിങ് അഗ്രാവിയേറ്റ് പാർട്ടീസ് ടുഗെദർ ഫോർ മ്യൂച്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആൻഡ് എൻകറേജ് ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് ഗുഡ് വിൽ, ടു ഡിസ്കസ് ഓൾ മാറ്റേഴ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയീസ്. ഇങ്ങനെയുള്ള കുറച്ച് റീസൺസ് ആണ് ഓർ ഒബ്ജക്റ്റീവ്സ് ആണ് ട്രൈ പാർട്ടൈറ്റ് ബോഡിയിൽ നിന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, മീഡിയേഷൻ. മീഡിയേഷൻ ഇസ് ഓൾസോ എ കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ സർവീസാണ്, ഒരു ഡിവൈസാണ്. കോൺഫ്ലിക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് മീഡിയേഷൻ. ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ പ്രോസസ്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഫോർമൽ പ്രോസസ്സാണ്. ബട്ട് ദിസ് ഇസ് എ ഇൻഫോർമൽ process for helping people to settle their dispute with the help of an outsider who attempt to stimulate labor and management to reach at some kind of agreement. ഒരു പുറത്തുനിന്ന് ഒരാൾ ഒരു ഇൻഫോർമൽ ആയിട്ട് മീഡിയേറ്റ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഹി വിൽ ബി അൺലൈക്ക് ആൻ ആർബിട്രേറ്റർ കനോട്ട് ഡിസൈഡ് എൻ ഇഷ്യൂ. പുള്ളിക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കാമെന്നേ ഉള്ളൂ, ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹി സിംപ്ലി ലിസൺസ്, സജസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ആൻഡ് പെർസ്വേറ്റ്സ്, ബട്ട് ഹി ഡസ് നോട്ട് ഗീവ് എനി അവാർഡ്. പുള്ളിക്ക് പ്രത്യേകിച്ച് ഇവരുടെ റോളൊന്നുമില്ല. ഹി ക്യാൻ ജസ്റ്റ് ഗൈഡ്. ദാറ്റ് ഇസ് മീഡിയേഷൻ പ്രോസസ്സ്. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ. ഗവൺമെൻറ്റിന് ഇപ്പോൾ ഡിസ്പ്യൂട്ട് വളരെയധികം മോശമായി പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇറ്റ് ഈസ് എ മെഷീനറി. The machinery for that may be a court of inquiry to inquire the true fact and issues involved in the dispute. ഡിസ്പ്യൂട്ടിന് കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ കോർട്ടിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. Okay. Moreover, the period of court of inquiry may require a cooling off period for the two primary parties to rethink and to reconsider their stance peacefully. They will give some time. കുറച്ച് പീരീഡ് കൊടുക്കും. ആ ടൈമിൽ പ്രൈമറി പാർട്ടീസിന് ഒന്നുകൂടെ ആലോചിച്ച് അവരുടെ തീരുമാനങ്ങളെ മാറ്റാം. അതിനൊരു ടൈം കൊടുക്കും. ഓൾമോസ്റ്റ് ഇറ്റ് ഇസ് എ സ്റ്റാറ്റുറ്ററി പവർ ആസ് റിമെയിൻ വിത്ത് ദ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിലായിരിക്കും ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. സോ ഇറ്റ് ഈസ് ഓൾസോ ആ ഫോർമൽ. ഇൻഫോർമലായിട്ട് നമ്മൾ പറഞ്ഞത് മീഡിയേഷനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നെഗോസിയേഷൻ. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പ്രോസസ് അണ്ടർ വിച്ച് that attempts are made to arrive at an agreement on wages and other economic benefits and other terms and conditions of service of workers. ഇതിലൊരു അഗ്രിമെൻറ്റിന് വേണ്ടി രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനാണ് നെഗോസിയേഷൻ പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആസ്പെക്ട് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. അതിൽ ഓപ്പൺ ഡിസ്കഷൻ നടക്കും. മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്ത് രണ്ട് പാർട്ടീസും അവരുടെ കാര്യങ്ങൾ പറയും. But there is no legal compulsion to negotiate on any matter under dispute. ഒരു ലീഗലായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല ഇത്. ഓക്കെ, ഓർഗനൈസേഷനിൽ വർക്കർ യൂണിയൻ ഒരു ഇഷ്യൂ റേസ് ചെയ്യും. അപ്പം ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതിനെപ്പറ്റി ആലോചിച്ച് അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തി റെപ്രസെൻറ്റേറ്റീവിനെ കൂടി ചേർത്ത് ഡിസ്കഷൻ നടത്തി ഒരു ആവശ്യമുള്ള ഒരു ആക്ഷൻ എടുക്കുന്നു. ഇതാണ് ശരിക്കും നെഗോസിയേഷനിൽ സംഭവിക്കുന്നത്. നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ചെയ്യണം. ആദ്യം ഒരു നല്ല നെഗോസിയേഷൻ ടീം ഉണ്ടായിരിക്കണം. പിന്നെ അത് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. രണ്ട് പാർട്ടീസ് തമ്മിൽ സംസാരിക്കണം. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യണമെന്ന് രണ്ട് പാർട്ടീസിന് ഡെസിഷൻ കളക്ട് ചെയ്യണം. ദെൻ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ളൊരു എബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ആര് എന്തിനെ സംസാരിക്കണം, ആരായിരിക്കും ലീഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കാം. ഇങ്ങനെ നെഗോസിയേഷന് തീരുമാനമെടുത്തത് കമ്പൽസറി ആക്കി വെക്കണം. സം ഓഫ് ദി അതർ ഫീച്ചേഴ്സ് ഓഫ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആയിരിക്കണം നെഗോസിയേഷനിൽ ഒരിക്കലും ഉണ്ടാകുന്നത്. എപ്പോഴും ഒരു കോംപ്രമൈസിൽ വേണം നെഗോസിയേഷൻ എൻഡ് ചെയ്യുന്നത്. ഒരാൾ ഒന്ന് വേണ്ടാന്ന് വയ്ക്കും, മറ്റേ ആളും അതേപോലെ ചെയ്യണം. അല്ലാതെ ഒറ്റൊരു സൈഡ് മാത്രമായിരിക്കരുത് അവരുടെ ഡിമാൻഡ് കുറയ്ക്കുന്നത്. Both parties should reduce some demands and get acquainted with the condition. Give and take policy പോലെയായിരിക്കണം നെഗോസിയേഷൻ വർക്ക് ചെയ്യുന്നത്. സിമിലർലി, അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ലേബർ പ്രാക്ടീസസ്. എപ്പോഴും അൺഫെയർ ലേബർ പ്രാക്ടീസാണ് നെഗോസിയേഷനെ മോശമാക്കുന്നത്.
Only if there is a mutual recognition and respect between the workers and the employers, the collective bargaining or negotiation will reach the goal, that is എ കോമൺ ഗോൾ ഉണ്ടായിരിക്കണം. രണ്ട് പാർട്ടീസിനും ഗോൾസ് സെയിം ആയിരിക്കണം. ആരെയും അടിച്ചമർത്തിയിട്ടായിരിക്കരുത് വേറൊരു ഡിസിഷൻ എടുക്കുന്നത്. ദിസ് ഈസ് ദ അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ലേബർ പ്രാക്ടീസസ്. സോ മൂവിങ് ഓൺ ടു ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് നെഗോസിയേഷൻ. ഒരു നെഗോസിയേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇനി മെൻഷൻ ചെയ്യുന്നത്. വാട്ട് ആർ ദ ഡൂസ്? ഡു സീക്ക് മോർ ദാൻ യു പ്ലാൻ ടു റിസീവ്. ഡു നെഗോഷിയേറ്റ് ഇൻ പ്രൈവറ്റ്, നോട്ട് ത്രൂ മീഡിയ. എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റായിട്ട് എടുക്കുക, അല്ലാതെ അതും മീഡിയയിലേക്ക് ഇൻവോൾവ് ചെയ്യരുത്. ഡു സ്റ്റാർട്ട് വിത്ത് ഈസി ഇഷ്യൂസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. കോംപ്ലക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഒന്നിനും സൊല്യൂഷൻ കണ്ടുപിടിക്കില്ല. ഡു റിസോൾവ് ഡെഡ് ലോക്ക് ബൈ സ്ട്രെസ്സിങ് പാസ്റ്റ് പ്രോഗ്രസ്. ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കാരണം പ്രൊഡക്ഷൻ നിന്നിരിക്കുന്നു, അപ്പോൾ നമ്മൾ ആദ്യം ആ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റാണ് ചെയ്യേണ്ടത്. അതിനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കണം. ഡു ലെറ്റ് ബോത്ത് സൈഡ്സ് വിൻ, അതർവൈസ് അതർ പാർട്ടി വിൽ റിറ്റാലിയേറ്റ്. രണ്ട് പാർട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പറയുക. ബോത്ത് പാർട്ടീസിനെ അങ്ങ് അടിച്ചമർത്താതെ രണ്ടുപേരും കുറച്ചായിട്ട് വിൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡൂസ് ഓഫ് നെഗോസിയേഷൻ. നൗ ദ ഡോൺസ്. ഡു നോട്ട് സെറ്റിൽ ടു ക്വിക്കിലി. വേഗം അങ്ങ് നെഗോസിയേഷൻ എൻഡ് ചെയ്യരുത്. ഡോണ്ട് വയലേറ്റ് ദ കോൺഫിഡൻസ്. ഡോണ്ട് സീക്ക് അൺവാണ്ടഡ് ചേഞ്ചസ്. നടക്കില്ല എന്നുള്ള അല്ലെങ്കിൽ വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടുത്തരുത്. ദെൻ ഡോണ്ട് മേക്ക് യുവർ ബെസ്റ്റ് ഓഫർ ഫസ്റ്റ്. നമ്മൾ കുറച്ച് ചെറിയ ഓഫേഴ്സ് വെച്ച് ഫസ്റ്റ് ബെസ്റ്റ് ഓഫേഴ്സ് കാണിക്കാതെ പതുക്കെ ബെസ്റ്റ് ഓഫറിലേക്ക് എത്തിയ. ഡോണ്ട് ലെറ്റ് ദി ടോപ്പ് മാനേജ്മെൻറ്റ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫേസ് ടു ഫേസ് നെഗോസിയേഷൻ. ടോപ്പ് മാനേജ്മെൻറ്റിൽ അതുപോലെ വർക്കേഴ്സിനെ ഫേസ് ടു ഫേസ് അല്ല വെക്കേണ്ട, അവരുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ആയിരിക്കണം നമ്മൾ നെഗോസിയേഷന് വെച്ചേക്കുന്നത്. These are some of the do's and don'ts of negotiation. So today we have discussed some of the ways in which we can settle the industrial disputes. That is some statutory measures and also the negotiation process in the do's and don'ts നമ്മൾ ഡിസ്കസ് ചെയ്തു. Now we are moving on to the next important portion, that is forms of strike അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടിൻ്റെ ടൈപ്സ്. എന്തൊക്കെ ടൈപ്പ് ഡിസ്പ്യൂട്ടാണുള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത്, and we would study some of the major things. Okay, first industrial dispute പറഞ്ഞിരിക്കുന്നത് what is strike എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് in session 2Q. What is strike? It is the cessation of work by a body or persons employed in an industry acting in combination or a concerted refusal under a common understanding of any number of peoples who are or have been so employed to continue to work or to accept employment. കുറച്ച് ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ബോഡിയോ വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ നോർമലി സ്ട്രൈക്ക് എന്ന് പറയുക. സ്ട്രൈക്ക് ഈസ് കോമൺ, നമുക്ക് എന്താണ് സ്ട്രൈക്ക് എന്നറിയാം. അതിൻ്റെ ഈ ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ആൾക്കാരൊക്കെ എംപ്ലോയീസ് ആയിരിക്കും, അതല്ല അത് നേരത്തെ വർക്ക് ചെയ്തവരായിരിക്കും. ദി ക്യാൻ കണ്ടക്ട് ദ സ്ട്രൈക്സ്. ഈ സ്ട്രൈക്കിന് പല കാരണങ്ങളുണ്ട്. വാട്ട് ആർ ദി? വേജ് ഡിസ്പ്യൂട്ട്സ്. മെയിൻ ആയിട്ട് സ്ട്രൈക്ക് കാണുന്നൊരു ഫാക്ടറിയിലുണ്ടാകുന്ന വേജ് ഡിസ്പ്യൂട്ട്സിനായിരിക്കും. ദെൻ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ആൻഡ് കണ്ടീഷൻ. നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് വർക്കിംഗ് കണ്ടീഷനെങ്കിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ദെൻ ഡിസ്പ്യൂട്ട് ഓൺ ദ വർക്കിംഗ് അവേഴ്സ് by the women and also younger ones. Then undeserved punishments. ആവശ്യമില്ലാതെ കുറേ പണിഷ്മെൻറ്റ് കൊടുത്താലും നമ്മൾ ഇപ്പം വെറുതെ ട്രാൻസ്ഫർ ചെയ്യുന്നു, വെറുതെ ഡിമോഷൻ ചെയ്യുന്നു. ഡിമോഷൻ മീൻസ് വി ആർ ഇൻ വൺ പൊസിഷൻ വി ആർ ഡിമോട്ടഡ് ടു ദ ലോവർ പൊസിഷൻ. അങ്ങനെ ചെയ്യുന്നതിനാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നു. ദെൻ ഹാർഡ്നെസ് ഓഫ് ദ കോഡ് ഓഫ് കണ്ടക്ട്. നമ്മളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഒരിക്കലും നമുക്ക് കേപ്പബിൾ അല്ലാത്ത വെച്ചാൽ ബിസിനസ്സിൽ ഇങ്ങനെ നടക്കണം, ഈ കമ്പനിയിൽ ഇങ്ങനെ വേണം നമ്മൾ മൂവ് ചെയ്യാൻ, അങ്ങനെ വേണം മൂവ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്താലും ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്ട്രൈക്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ സിമ്പത്തറ്റിക് സ്ട്രൈക്ക്. ചില ആൾക്കാർക്ക് വേണ്ടി, അവർക്ക് അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യുന്നു. സച്ച് സ്ട്രൈക്സ് ആർ കോൾഡ് ഇൻ സിമ്പത്തറ്റിക് സ്ട്രൈക്സ്. ദീസ് ആർ സം ഓഫ് ദ കോസസ് ഓഫ് സ്ട്രൈക്ക്. ഇനി ഈ സ്ട്രൈക്ക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? It creates emotional tension, it creates unemployment, it creates loss of output കുറയും, ലോസ് ഓഫ് മാൻ അവേഴ്സ് കുറയുമല്ലോ. നോർമലി സ്ട്രൈക്ക് വരുമ്പോൾ ആൾക്കാരൊന്നും വർക്ക് ചെയ്യില്ല, സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ മാൻ അവേഴ്സ്. ദെൻ വയലൻസ്. ഇത് ഭയങ്കര ഇഷ്യൂ ആയി മാറുമ്പോൾ ഇറ്റ് വിൽ റിലേറ്റ് ടു വയലൻസ് ആൻഡ് ഇറ്റ് ടെററൈസ് വർക്ക്മെൻ ആൻഡ് ഡീഗ്രേഡ് മോറൽസ്. ഇനി എന്തെങ്കിലും കേസിൽ സ്ട്രൈക്ക് ഒന്ന് ഫെയിലായിപ്പോയി, തോറ്റുപോയി, സ്ട്രൈക്ക് നല്ല രീതിയിൽ എൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ആ സ്ട്രൈക്ക് ചെയ്ത വർക്ക്മെൻറ്റിനെ അങ്ങ് ഒറ്റപ്പെടുത്തി അവരുടെ മോറൽ സൈഡ് അങ്ങ് ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് കളയും. ദീസ് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് സ്ട്രൈക്സ്.
Now we can move into major the forms of strike. എന്തൊക്കെ ടൈപ്പ് സ്ട്രൈക്ക് ആണുള്ളതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ സ്ട്രൈക്ക്. ഒഫീഷ്യൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ യൂണിയൻ നടത്തുന്നതിന് ഒഫീഷ്യൽ എന്ന് പറയും. അൺഒഫീഷ്യൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബൈ ദി അപ്രൂവൽ ഓഫ് എ ട്രേഡ് യൂണിയൻ. ദെൻ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സ്ട്രൈക്ക്. ജനറൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയിൽ വൈഡ് പാർട്ട് ഓഫ് കൺട്രിയിൽ നടക്കുന്നതായിരിക്കും. അതല്ല ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്ക് ഒരു ഫാക്ടറിയിൽ നടക്കുന്നത്. ഇപ്പം നമ്മൾ നോർമലായിട്ട് പറയും തൊഴിലാളി സമരം എന്ന് പറഞ്ഞ് നടത്തുന്നത്, അതൊരു ജനറൽ സ്ട്രൈക്കാണ്, ഒരു കമ്പനിയുടെ അല്ല. അതല്ല ഇപ്പം ഏതെങ്കിലും ഒരു സിമെൻറ്റ് ഫാക്ടറി, അവരുടെ മലബാർ സിമെൻറ്റ്സിൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അതും തൊഴിലാളികളാണ്, ബട്ട് പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഫാക്ടറിയിലുള്ളവരാണ്. ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ സ്ട്രൈക്ക്. ദെൻ ഗോ സ്ലോ സ്ട്രൈക്ക്. ഗോ സ്ലോ സ്ട്രൈക്ക്. ഗോ സ്ലോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ദ വർക്കേഴ്സ് മേ കം ടു ദ ഫാക്ടറി ബട്ട് ദേ ഗോ സ്ലോ ദ പേസ് ഓഫ് വർക്ക് ആൻഡ് വിച്ച് ലീഡ് ടു ലോവർ ഡൗൺ ദ പ്രൊഡക്ഷൻ ആൻഡ് ലോസ് ടു ദി എംപ്ലോയർ. പതുക്കെ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. പതുക്കെ നമ്മൾ സീസ് ചെയ്യും. വരും വർക്ക് ചെയ്യാൻ തുടങ്ങും, പക്ഷേ ചോദിക്കുന്നൊന്നും കറക്റ്റ് ടൈമിലൊന്നും കൊടുക്കാതെ പതുക്കെ വർക്ക് ചെയ്യുന്നു. ദിസ് വിൽ റിഡ്യൂസ് ദി പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ദസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ലോസ് ടു ദി എംപ്ലോയർ. എംപ്ലോയർക്ക് അത് നഷ്ടമായിരിക്കും. മെയിൻലി മെഷീനറീസ് എല്ലാം ടേൺഡ് ഓഫ് ആക്കി വയ്ക്കും, അല്ലെങ്കിൽ ലോ സ്പീഡിൽ അങ്ങ് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ മെഷീൻസ് എല്ലാം ഡാമേജ് ആവും. ഇതൊക്കെയാണ് നമ്മൾ ഗോ സ്ലോ സ്ട്രൈക്കിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ ക്വിക്കി സ്ട്രൈക്ക്. ക്വിക്കി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് അങ്ങ് പെട്ടെന്ന് സ്ട്രൈക്കിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് വർക്ക് പ്ലേസ് വരും, സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഫ്യൂ അവേഴ്സ്. കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറത്തേക്ക് കുറച്ച് മിനിറ്റത്തേക്ക് ഒന്ന് വർക്ക് ചെയ്താൽ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യും അവരുടെ വർക്ക്. അതിനെയാണ് ക്വിക്കി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും, ക്വിക്കായിട്ട് എൻഡ് ചെയ്യുന്ന സ്ട്രൈക്ക്. ദെൻ സിറ്റ് ഡൗൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ റിപ്പോർട്ട് ഡ്യൂട്ടി. വർക്കേഴ്സ് വരും, ഫാക്ടറിയിൽ എൻറോളൊക്കെ ചെയ്യും, എന്നിട്ട് വെറുതെ അങ്ങിരിക്കും, വർക്ക് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് സിറ്റ് ഡൗൺ സ്ട്രൈക്ക്. എല്ലാ വേർഡ്സിലും നമുക്ക് മനസ്സിലാവും. ഗോ സ്ലോ പതുക്കെ, ക്വിക്കി പെട്ടെന്ന്, സിറ്റ് ഡൗൺ അവിടെ ഇരിക്കും ഒന്നും ചെയ്യാണ്ട്. ദെൻ സിമ്പത്തറ്റിക് സ്ട്രൈക്ക്. ഇറ്റ് ഇസ് എ സ്പെഷ്യൽ വൺ. A strike for a day or is conducted in sympathy with another group of workers who are already in strike. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സ്ട്രൈക്ക് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പം നേഴ്സുമാരുടെ ഒരു സ്ട്രൈക്ക് നോർമലി നടന്നിരുന്നു. അപ്പം നേഴ്സുമാർ ഇത്രയും നാളിങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരു എഫക്റ്റും ഉണ്ടാവാതെ കാണുമ്പോൾ ഡോക്ടേഴ്സും കൂടെ അതിനൊരു സപ്പോർട്ടായിട്ട് അവരുടെ സിമ്പതിക്ക്, നേഴ്സുമാരോടുള്ള സിമ്പതിക്ക് അവരും കൂടി സ്ട്രൈക്കിലേക്ക് മാറുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് എ സിമ്പത്തറ്റിക് സ്ട്രൈക്ക്. ഓക്കെ. പിന്നെ ഹങ്കർ സ്ട്രൈക്ക്. ഹങ്കർ സ്ട്രൈക്ക് ഇസ് ദാറ്റ് ദ സ്ട്രൈക്കേഴ്സ് ഡിവോൾവ് ഫുഡ് ആൻഡ് ലിക്വിഡ്സ് ആൻഡ് കീപ് ഫാസ്റ്റിംഗ് ടിൽ അക്സെപ്റ്റൻസ് ഓഫ് ദെയർ ഡിമാൻഡ്. നിരാഹാര സമരം എന്ന് കേൾക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാണ്ട് അവർ സമരത്തിൽ നിൽക്കും. ദാറ്റ് ഈസ് ഹങ്കർ സ്ട്രൈക്ക്. ദെൻ ലൈറ്റ്നിങ് ഓർ വൈൽഡ് ക്യാറ്റ് സ്ട്രൈക്ക്. ഇത് ഒരു സ്പെഷ്യലായിരുന്നു, ലൈറ്റ്നിങ് ആൻഡ് വൈൽഡ് ക്യാറ്റ് സ്ട്രൈക്ക്. ഇറ്റ് ഈസ് ആൻ അൺഒഫീഷ്യൽ സ്ട്രൈക്ക് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ സമ്മതിക്കാത്ത ഒരു അൺഒഫീഷ്യൽ സ്ട്രൈക്കാണ്. ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദ നോൺ സ്ട്രൈക്ക് പ്ലെഡ്സ് ഇൻ കളക്റ്റീവ് ബാർഗൈനിങ് അഗ്രിമെൻറ്റ്സ്. ഇൻ സച്ച് സിറ്റുവേഷൻ ദ യൂണിയൻ ഈസ് ഒബ്ലിഗഡ് ടു യൂസ് ഇറ്റ്സ് പവർ ടു എൻഡ് ദ സ്ട്രൈക്ക്. സച്ച് സ്ട്രൈക്സ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് അണ്ടർ സെക്ഷൻ 22 ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഇത് ഒരിക്കലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ട്രൈക്കല്ല, എപ്പോഴും അത് കളക്റ്റീവ് ബാർഗൈനിങ് അഗ്രിമെൻറ്റ്സിനെതിരെയുള്ളൊരു സ്ട്രൈക്കാണ്. ഇൻ ദിസ് കണ്ടീഷൻ നമ്മുടെ യൂണിയന് പവറുണ്ട് ഈ സ്ട്രൈക്ക് എൻഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്, ഇപ്പം ഹോസ്പിറ്റൽസ്, അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്, ബാങ്ക്സ്, അവിടെയൊന്നും ഒരിക്കലും ലൈറ്റ്നിങ് ഓഫ് വൈൽഡ് ക്യാറ്റ് സ്ട്രൈക്ക് ചെയ്യരുത്. ലൈറ്റ്നിങ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്ട്രൈക്കാണ് വൈൽഡ് ക്യാറ്റ്. വൈൽഡ് ക്യാറ്റ് പെട്ടെന്നായിരിക്കും ആക്രമിക്കുന്നത്. സോ സച്ച് സ്ട്രൈക്സ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്. ദെൻ the work to rule strike. In this case, the workers may ensure their presence on the job and do the work literally in accordance with the rules and procedures laid down for the purpose. Usually they use the rules in such a manner that the resultant dislocation of work. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ജോബിന് വരും, ലിറ്ററലി അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനനുസരിച്ച്, ബട്ട് ശരിക്കും ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക്സ് ആയിരിക്കും, മര്യാദയ്ക്കൊന്നും വർക്ക് ചെയ്യത്തില്ല. ദിസ് ഈസ് ദ വർക്ക് ടു റൂൾ. ദീസ് ആർ സം ഓഫ് ദി സ്ട്രൈക്സ്. ദീസ് ആർ സം ഓഫ് ദി ഫോംസ് ഓഫ് സ്ട്രൈക്ക്. സോ നിങ്ങളുടെ അസൈൻമെൻ്റ് എന്ന് വെച്ചാൽ ഈ സ്ട്രൈക്സ് എന്താണെന്നാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ഫോംസ് ഓഫ് സ്ട്രൈക്ക് ടുഡേയ്സ് അസൈൻമെൻ്റ് ആണ്. വാട്ട് ആർ ദ ഫോംസ് ഓഫ് സ്ട്രൈക്ക്? വാട്ട് ഈസ് സ്ട്രൈക്ക്? ടോട്ടലി നിങ്ങൾ അസൈൻമെൻറ്റിൽ എഴുതുന്ന എന്താണ് സ്ട്രൈക്ക്, അതിൻ്റെ കോസ് എന്ത്, അതിൻ്റെ എഫക്ട്സ് എന്ത്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്ട്രൈക്ക് വിത്ത് എക്സ്പ്ലനേഷൻ. ഇതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. സോ വി ക്യാൻ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ലോക്ക് ഔട്ട്. വാട്ട് ഡസ് ലോക്ക് ഔട്ട്?
എപ്പാർട്ട് ഫ്രം സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വർക്കേഴ്സിന് അവരുടെ ഡിമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് സ്ട്രൈക്ക്. എന്നാൽ ലോക്കൗട്ട് ഇസ് എ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയർ ടു പുട്ട് ദ പ്രഷർ ഓൺ വർക്കേഴ്സ്. എംപ്ലോയീസ് തിരിച്ച് വർക്കേഴ്സിന് ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് ലോക്കൗട്ട്. So, okay, employer through declaration of lockout wants employees to keep away from the work. നമ്മൾ വർക്കേഴ്സിനോട് പറയുകയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. ഇറ്റ്സ് എൻ ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ എംപ്ലോയീസ് വിൽ പ്രിവെൻറ്റ് ദ വർക്കേഴ്സ് ഫ്രം ഡൂയിങ് എനി വർക്ക് ഇൻ ദി company. Section 2 of ID Act 1947 says that lockout means the temporary closing of a place of employment or the suspension of work or the refusal by an employer to continue to employ any number of persons employed by him. ഒരു എംപ്ലോയർക്ക് ക്ലോസ് ചെയ്യാം ആ പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം വർക്കിനെ എംപ്ലോയർക്ക്. അപ്പോൾ അത് ഒരാൾക്കോ ഒന്നിലധികം ആൾക്കാരോ അയാൾ അപ്പോയിൻറ്റ് ചെയ്തവരെ ആയിരിക്കും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് weapon in the hearts of employees to put pressure on the workers, and it wants to keep away from work. It is an outcome of industrial dispute, and it resists the collective demand of workmen. collective ഡിമാൻഡിലായിരിക്കും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയേഴ്സ് ലോക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഓഫ് ദ മെത്തേഡ് ഇസ് gherao. Gherao is encirclement of the manager of official to criminally intimidate him to accept the demands of വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യലിനെയോ അല്ലെങ്കിൽ മാനേജറിനെ എൻക്ലോസ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എൻസർക്കിൾ ചെയ്ത് വെക്കുന്നതിനാണ് gherao എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ഏർലി ഡേയ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. ഇംഗ്ലണ്ടിലാണ് ഇത് ആദ്യം കണ്ടത്. ഇതിൽ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു റെസ്ട്രിക്റ്റഡ് പ്ലേസിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇത്ര മണിക്കൂർ അങ്ങ് പൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കാതെയോ നമ്മൾ നിർത്തും. വർക്കേഴ്സ് മാനേജേഴ്സിനെയും അതേപോലെ ഹയർ ഓഫീഷ്യൽസിനെ, അതിനെയാണ് gherao എന്ന് പറയുന്നത്. അതിനകത്ത് ഒരിക്കലും ഫിനാൻഷ്യൽ പ്രഷർ ചെയ്യത്തില്ല, ബട്ട് നമ്മൾ ഫിസിക്കലി കൊയേഷൻ ചെയ്യും. അവരെ അനങ്ങാൻ സമ്മതിക്കില്ല, അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് gherao പറയുക. ഇറ്റ് എൻഡേഞ്ചേഴ്സ് ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ക്രിയേറ്റ്സ് പ്രോബ്ലം ഓഫ് ലോ ആൻഡ് ഓർഡർ മൊത്തത്തിൽ തകരും. അതുപോലെ ഇൻഡസ്ട്രിയൽ ഒരു സമാധാനം, ഹാർമണി, അതെല്ലാം നശിക്കും ഡ്യൂ ടു gherao. Next one is picketing. In this case, the workers are placed at the factory gate to discourage others. Picketing എന്ന് വെച്ചാൽ ഫാക്ടറി ഗേറ്റിൽ അങ്ങ് നിന്നിട്ട് വേറെ ആരെയും വർക്ക് പ്രമൈസസിലേക്ക് കയറാൻ സമ്മതിക്കാതെ നിർത്തും. സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് വെൻ യൂണിയൻ സ്ട്രൈക്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത് ഒരു യൂണിയൻ എംപ്ലോയർക്കെതിരെ സ്ട്രൈക്കൊക്കെ നടത്തില്ലേ, ആ ടൈമിലാണ് കൂടുതലും പിക്കറ്റിംഗ് നടക്കുന്നത്. യൂണിയൻ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ഫാക്ടറിയുടെ മുന്നിൽ കൊടിയും വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കാണാറുണ്ട്. ഇതിനെയാണ് പിക്കറ്റിംഗ് എന്ന് പറയുന്നത്. Workers parade with banners to inform public about the demand dispute with employer and to show the list of support from outside. എന്താ ചെയ്യുക, ഇവർ ഒന്നെങ്കിൽ അവിടെ ധർണ പോലെ ഇരിക്കും. ധർണയാണ് ഈ പിക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു ധർണ പോലെ ഇരിക്കും, അതല്ലെങ്കിൽ അവർ എണീറ്റ് മാർച്ച് നടത്തും. മാർച്ചിൽ അവർ ബോർഡ്സ് വെച്ചിട്ടുണ്ടാവും, അവരുടെ ഇഷ്യൂ എന്താണ്, അവർക്ക് എന്തൊക്കെ ഡിമാൻഡ്സ് ഉള്ളത്, ആരൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത്, ഏത് പാർട്ടിയാണ് അവരുടെ കൂടെ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഇവർ നടക്കും, പരേഡ് നടത്തും. ദിസ് ഈസ് പിക്കറ്റിംഗ്. It is designed to interfere with the business and to pressurize the employer to comply with union demands. യൂണിയൻ്റെ ഡിമാൻഡ് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. It is insulting others and even block others physically to stop enter to the factory premise. ഫാക്ടറി പ്രമൈസിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസൾട്ട് ചെയ്യുക, അതാണ് പിക്കറ്റിംഗ്. ഓക്കെ, സോ നമ്മൾ ലോക്കൗട്ട് പറഞ്ഞു, വിച്ച് ഇസ് ഫ്രം ദ സൈഡ് ഓഫ് ഫ്രം ദ സൈഡ് ഓഫ് എംപ്ലോയർ വർക്കേഴ്സിനെതിരെ ചെയ്യുന്ന പരിപാടിയാണ് ലോക്കൗട്ട്. ബട്ട് gherao പിക്കറ്റിംഗ് ഒക്കെ വർക്കേഴ്സ് അവരുടെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ കൊയേഷൻ ചെയ്യുമ്പോൾ അത് gherao ആവും. അതെല്ലാം ഒരു ധർണ പോലെ നടത്തുന്നതിന് പിക്കറ്റിംഗ് എന്ന് പറയും. നൗ വി ആർ മൂവിങ് ഓൺ ടു അനദർ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയർ. ഇനി എംപ്ലോയറിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ലേ ഓഫ് ഉള്ളത്. സെഷൻ 2KK of Industrial Dispute Act defines layoff as the failure, refusal or inability of an employer to give employment to a workman on account of some of the features. എന്ന് വെച്ചാൽ നമ്മൾ ഇത് എംപ്ലോയറിൻ്റെ ഇന്നബിലിറ്റി ആവാം, അല്ലെങ്കിൽ അയാളുടെ ഫെയിലിയർ ആയിരിക്കാം. അയാളുടെ വർക്ക്മെൻസിന് ജോലി കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്.
ഇതിന് പല പല കാരണങ്ങൾ. ഒന്നെങ്കിൽ റിസോഴ്സസ് കുറവായിരിക്കും, പവറും മെറ്റീരിയൽസ് ഒന്നുമില്ല, അപ്പം ഇത്രയും ആൾക്കാരുടെ ആവശ്യമില്ല, അതുകൊണ്ട് എംപ്ലോയീസിന് ജോബ് ഉണ്ടാവില്ല. അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് കൂടുതലുണ്ട്, അപ്പോൾ ഇനിയും പ്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇൻ ദാറ്റ് കേസ് എനി നാച്ചുറൽ കലാമിറ്റീസ്, ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം ഇൻ ദിസ് കേസ് ഇപ്പം നമുക്കൊരു പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുക, കൊറോണ എന്ന പാൻഡമിക് നടക്കുക. ഇൻ ദിസ് കേസ് ദർ ഇസ് സം റെസ്ട്രിക്ഷൻ ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് പീപ്പിൾ. നമ്മൾ വർക്കേഴ്സ് ഇത്ര പേരെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര പേരെ ആവശ്യമുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ ദർ ഇസ് ലിറ്റിൽ കൈൻഡ് ഓഫ് ലേ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വി ആർ ഹാവിങ് ഓൺലി 50% ഓഫ് ദി എംപ്ലോയീസ് ഇൻ ഈച്ച് എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൽ എത്ര പേര്, 100 പേരില്ലെങ്കിൽ 50 പേരെ വർക്ക് ചെയ്യാവുള്ളൂ എന്നുള്ളത് ഗവൺമെൻറ് റൂളിനനുസരിച്ചാണ്. ദെൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദ പ്ലാൻ ആൻഡ് മെഷീനറി. ഒരു പ്ലാന്റോ മെഷീനറിയോ ബ്രേക്ക് ഡൗൺ ചെയ്താലും നമുക്ക് വേറെ പ്രോസസ്സ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ലേ ഓഫ് നടക്കും. ദെൻ എനി അതർ കണക്റ്റഡ് റീസൺ, ഇതുപോലെ ബന്ധപ്പെട്ടുള്ള പല റീസൺ കൊണ്ടും നമുക്ക് പ്രോസസ്സ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതിരിക്കും വർക്കേഴ്സിന്. ഇറ്റ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് നമ്മളൊരു സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു പകരം വീട്ടിലൊന്നുമല്ല, അതൊരു അവസ്ഥയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. സെഷൻ 25C മെൻഷൻ ചെയ്തിരിക്കുക എൻറ്റൈറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോമ്പൻസേഷൻ ടു ദ ലേഡ് ഓഫ് വർക്കേഴ്സ്. ഈ വർക്കേഴ്സിനൊന്നും ജോബ് കൊടുത്തില്ലെങ്കിലും അവർക്ക് അവരുടെ സാലറിയുടെ ഒരു പെർസെൻ്റ് കൊടുക്കണം. അതിൻ്റെ കൺസെപ്റ്റാണ് സെഷൻ 25C മെൻഷൻ ചെയ്യുന്നത്. വർക്ക്മെൻ ലേ ഓഫ് ഫോർ ഗ്രേറ്റർ ദാൻ 45 days ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 12 months. വർക്ക്മെൻ ലേ ഓഫ് 45 ദിവസത്തിൽ കൂടുതൽ ലേ ഓഫ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ദർ ഇസ് എൻ അഗ്രിമെൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോത്ത് പാർട്ടീസ് ഫോർ ദി സം ഓഫ് ദി കോമ്പൻസേഷൻ. എങ്ങനെ? അയാൾ ഒരിക്കലും ഒരു കാഷ്വൽ വർക്കറോ ബട്ട്ലർ വർക്കറോ ആയിരിക്കരുത്. ബട്ട്ലി വർക്കറാണ് കേട്ടോ, നോട്ട് ബട്ട്ലി വർക്കർ എന്ന് പറഞ്ഞാൽ അത് നമ്മളിനി മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർ മസ്റ്റർ റോളിൽ ഉണ്ടാകുന്ന ഒരാളല്ല, മസ്റ്റർ റോളിൽ പേര് കൊടുത്തായിരിക്കും, വേറൊരാൾക്ക് പകരം വരുന്ന ഒരു വർക്കർ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരാണ് ബട്ട്ലി വർക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ബട്ട്ലി വർക്കേഴ്സ് ആവരുത്, അതുപോലെ കാഷ്വൽ വർക്ക്മെൻ ആവരുത്. ഹിസ് നെയിം മസ്റ്റ് ബി ബോൺ ഇൻ ദ മസ്റ്റർ റോളിൽ ഉണ്ടായിരിക്കണം. മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് നോട്ട് ലെസ് ദാൻ 1 year കണ്ടിന്യൂസ് സർവീസ് ആൻഡ് റേറ്റ് ഓഫ് കോമ്പൻസേഷൻ ഷാൽ ബി ഈക്വൽ ടു 90% ഓഫ് ദ ടോട്ടൽ ബേസിക് വേജ് ആൻഡ് DA. Now we are discussing who is a buttley worker. 24 days continuous. ആ ആൾക്കാരുടെ പേര് മിക്കവാറും നമ്മുടെ മസ്റ്റർ റോളിൽ മെൻഷൻ ചെയ്യാത്ത ആൾക്കാരെ ആയിരിക്കും നമ്മൾ ബട്ട്ലി വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ വർക്കർ എംപ്ലോയ്ഡ് ഇൻ എൻ ഇൻഡസ്ട്രി ഇൻ പ്ലേസ് ഓഫ് അനദർ വർക്ക്മാൻ ഹൂസ് നെയിം ഇസ് മോൺ ഇൻ ദി മസ്റ്റർ റോൾ. ഒരു വർക്ക്മാൻ്റെ പേര്, ഇപ്പം സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ വേറൊരാൾ വർക്ക് ചെയ്യാണ്, പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രദീപ് ഇസ് എ ബട്ട്ലി വർക്കർ. ഓക്കെ, പ്രദീപിൻ്റെ പേര് ഒരിക്കലും മസ്റ്റർ റോളിൽ ഉണ്ടാവില്ല, ബട്ട് സുരേഷിൻ്റെ പേരുണ്ടാവും. ദാറ്റ് ഇസ് ബട്ട്ലി വർക്കർ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ബട്ട്ലി വർക്കർ ഹു ഹാവ് റെൻഡർ 240 days കണ്ടിന്യൂസ് സർവീസ്, 240 days പുള്ളി കണ്ടിന്യൂസ് സർവീസ് ചെയ്താൽ ഹിസ് നെയിം ഇസ് ബോൺ ഇൻ ദ മസ്റ്റർ റോൾ. ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ ലേ ഓഫ് കോമ്പൻസേഷൻ. അങ്ങനെ വരികയാണ് അയാൾ 240 ദിവസം കണ്ടിന്യൂസ് ആയി ഒരാൾക്ക് പകരം വർക്ക് ചെയ്തെങ്കിൽ അയാളുടെ പേര് മസ്റ്റർ റോളിൽ ഇൻക്ലൂഡ് ആവണം, അയാൾക്ക് ലേ ഓഫ് കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് 240 days റിന്യൂഡ് അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ he should be given the lay of compensation. അപ്പോൾ അതേപോലെ ഇപ്പം കോമ്പൻസേഷൻ കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. ഇനി കോമ്പൻസേഷൻ കൊടുക്കേണ്ടാത്ത മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, when the worker refuses to accept alternative employment in the same establishment or any establishment belonging to the same employer, the establishment must be given the radius of 5 miles from the basic firm. Further, the alternative job should not call any additional skill or knowledge, and the wages should be as the same as the amount he is drawing. ഇപ്പം ലേ ഓഫ് എന്തുകൊണ്ടാണ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്? അത് പ്രൊഡക്ഷൻ ചിലപ്പോൾ പ്രൊഡക്ഷൻ വേണ്ടാത്തതുകൊണ്ടായിരിക്കും. ബട്ട് അതേ രീതിയിലൊരു പ്രൊഡക്ഷൻ ഇതിനേക്കാളും നമ്മുടെ ഫേമിനേക്കാളും ഒരു 5 miles ദൂരെയുള്ള ഇവരുടെ തന്നെ ഒരു ഫേം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഇയാൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടും പുള്ളിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഹി refuses to accept the alternative employment. അങ്ങനെയുള്ള കേസ് ഇപ്പം അതിന് സ്പെഷ്യൽ സ്കിൽസും നോളജൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല. അതല്ല, സെയിം സ്കിൽസ് ആൻഡ് നോളജ് വെച്ചിട്ട് കുറച്ച് അപ്പുറത്തൊരിടത്ത് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാത്തവർക്ക് ഒരിക്കലും ലേ ഓഫ് കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. Similarly, when he absented himself at the establishment at the appointment time during normal working hours at least once a day. ഇയാൾ അപ്പോയിൻമെൻറ്റ് ടൈമിനേക്കാൾ എന്ന് ആബ്സെൻ്റ് ആയി വരികയാണെങ്കിലും
അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ വന്നാലും he is not eligible for layoff compensation. ഇതാണ് ലേ ഓഫ് കോമ്പൻസേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത്. വാട്ട് ഇസ് ലേ ഓഫ് ആൻഡ് വാട്ട് ഇസ് ദ ലേ ഓഫ് കോമ്പൻസേഷൻ, ഹു ആർ എക്സംപ്റ്റഡ് ഫ്രം ദ lay off compensation and who is a partly workman. Okay. Now retrenchment എന്താണെന്നാണ് പഠിക്കുന്നത്. What is retrenchment? According to the section 200, it is the termination by the employer of the service of a workman for any reason whoever otherwise than a punishment inflicted by way of disciplinary action but does not include. ഇതൊരു termination of the employee-നെയാണ് നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്യാണ് ഒരു എംപ്ലോയിനെ. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് റിമൂവൽ ഫ്രം ദ മെസ്റ്റർ റോൾ. വൈസ് ലേ ഓഫ് ഇസ് ടെമ്പററി. ലേ ഓഫിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു ഒരാളെ വർക്ക് ചെയ്യുന്നതിലും. ബട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിയെ ഒരു മസ്റ്റർ റോളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അതിനെയാണ് റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഡെഫിനിഷൻ അണ്ടർ ദ സെഷൻ 200 ഷുഡ് ബി സ്റ്റഡീഡ് വെൽ. ഇതിൽ നമ്മൾ ആരെയൊക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഓഫ് എ വർക്ക്മാൻ. അപ്പം അത് ടെർമിനേഷൻ അല്ല, വോളണ്ടറി റിട്ടയർമെൻ്റ് ആണ്. അതേപോലെ സൂപ്പർ അനുവേഷൻ, അയാളുടെ 60 years അല്ലെങ്കിൽ 60 years ഇൻ കേസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വർക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസിൽ 55 ആയിരിക്കും ഓർ 58 ആയിരിക്കും. ഓൺ റീച്ചിങ് ദ സൂപ്പർ അനുവേഷൻ ഹി ക്യാൻ ഓൾസോ റിട്ടയർ. അങ്ങനെയുള്ള കേസ്. ടെർമിനേഷൻ ഓഫ് സർവീസ് ഡ്യൂ ടു ഇൽനെസ്, എന്തെങ്കിലും അസുഖം കൊണ്ടാണ് അയാൾ ജോലി നിർത്തി പോകുന്നത്, അല്ലെങ്കിൽ അയാളുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ടെർമിനേഷൻ നടക്കുന്നത്, അയാൾ ജോബ് നിർത്തുന്നതെങ്കിലൊന്നും ഇയാളെ റിട്രെഞ്ച്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ പെടില്ല. വാട്ട് ഇസ് റിട്രെഞ്ച്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ടെർമിനേഷൻ ഓഫ് സർവീസ് due to illness and non-renewal of contract and also retirements. സോ ഇതിൽ എന്തൊക്കെയാണ് അപ്പോൾ ചെയ്യേണ്ടത്? പ്രസിഡൻസ് ഒരു റിട്രെഞ്ച്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ആ എംപ്ലോയീസിന് ചെയ്യേണ്ടതെന്നാണ് ഇനി മെൻഷൻ ചെയ്യുന്നത്. 1 month നോട്ടീസ് പീരീഡ് ഇൻഡിക്കേറ്റിംഗ് റീസൺ. ഒരാളെ നമുക്ക് റിട്രെഞ്ച് ചെയ്യണമെങ്കിൽ അയാൾ എന്തിനാണ് അയാളെ റിട്രെഞ്ച് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോട്ടീസ് കൊടുക്കണം. 1 month നോട്ടീസ് പീരീഡ് കൊടുക്കണം. പെയ്ഡ് ഇക്വലൻറ്റ് ടു 15 days ആവറേജ് പേ ഫോർ ദ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഓർ എനി പാർട്ട് thereof in excess of 6 months എന്ന് പറഞ്ഞാൽ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കണം. ഈക്വലൻറ്റ് ടു 15 days ആവറേജ് പേ കൊടുക്കണം. ദെൻ സെഷൻ 25G lays down the principle of ലാസ്റ്റ് കം ഫസ്റ്റ് ഗ്രോ. റിട്രെഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനം വന്ന ജൂനിയർ മോസ്റ്റ് എംപ്ലോയീസിനെയാണ് ആദ്യം നമ്മൾ റിട്രെഞ്ച് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ. But the employer can, apart from this role in a bona fide manner, if there is sufficient reason which must be recorded. In the interest of business, the employer can retain the junior most possessing special qualification and aptitude. It all says that rule is not immutable or unchangeable, but must be justified with sound and valuable റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്ന് വെച്ചാൽ ജൂനിയർ മോസ്റ്റ് ആൾക്കാരെയാണ് നമ്മൾ റിട്രെൻ ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് എപ്പോഴും ജൂനിയർ മോസ്റ്റ് ആൾക്കാരെ റിട്രെൻ ചെയ്യാനും പറ്റത്തില്ല. ചിലപ്പോൾ ജൂനിയർ മോസ്റ്റ് വന്ന ആൾക്കാർക്കും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ അയാൾ കയറിയിരിക്കുന്ന രീതി, അയാളുടെ എൻട്രൻസ് വല്ല എൻട്രൻസും വഴിയാണോ, വല്ല റെക്കമെൻഡേഷൻ വഴിയാണോ, ഓർ ഡ്യൂ ടു സം സ്കിൽസ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലോസ് ഉണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പഴയ ആൾക്കാരെ പറഞ്ഞുവിടാം. സോ നമുക്കൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഈ സെഷനിൽ ഫിക്സായി പോകാൻ പറ്റില്ല. ദിസ് റൂൾ ഈസ് ചേഞ്ചബിൾ. ഓക്കെ. ഇനി നമ്മൾ റിട്ടേൺ ചെയ്ത വർക്ക്മാനെ തിരിച്ചെടുക്കണമെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെഷൻ 25H അതിൽ പറഞ്ഞിരിക്കുന്നത് എനി വർക്ക്മാൻ ആർ ഇൻട്രസ്റ്റ് ആൻഡ് ദ എംപ്ലോയർ പൊസസ്സസ് ടു റീഇൻസ്റ്റേറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഹീ ഷാൽ ഇൻ സച്ച് മാനർ മേ ബി പ്രിസ്ക്രൈബ് ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ റിട്രെഞ്ച് വർക്ക്മാൻ ഹൂ ഇസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഓഫർ ദംസെൽസ് ഫോർ റീഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സച്ച് വർക്ക്മാൻ ഹൂ ഓഫർ ദംസെൽസ് ഫോർ റീഎംപ്ലോയ്മെൻറ്റ് ഷാൽ ഹാവ് പ്രിഫറൻസ് ഓവർ ദ അതർ പേഴ്സൺ. അങ്ങനെ ഒരാളെ നമ്മൾ റിട്ടേൺ ചെയ്ത ആളെ തിരിച്ചെടുക്കുന്നെങ്കിൽ ഹി വിൽ ഹാവ് പ്രിഫറൻസ് ഓവർ ദ അതർ പേഴ്സൺസ്. So we have discussed what is layoff, then what is retrenchment, and what is a layoff compensation and retrenchment റീഎംപ്ലോയ്മെൻറ്റ്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന കോമ്പൻസേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇപ്പം നമ്മളൊരു അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു കമ്പനീനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് കോമ്പൻസേഷൻ കൊടുക്കണം, അത് ഏത് സെഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? സെഷൻ 25FF ആണ് കോമ്പൻസേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് പറഞ്ഞിരിക്കുന്നത്. Every workman who has been in continuous service for not less than 1 year in the undertaking immediately before transfer shall be entitled to notice and compensation.
ഇപ്പം ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വർക്ക്മാൻ ആ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മാറുന്നെങ്കിൽ, ആ അണ്ടർടേക്കിംഗ് വേറൊരു പൊസിഷനിലേക്ക് മാറുന്നെങ്കിൽ ഹീ ഷുഡ് ബി ഗിവൺ നോട്ടീസ് ആൻഡ് ഓൾസോ കോമ്പൻസേഷൻ ഫോർ ദ ട്രാൻസ്ഫർ. ഇപ്പം അയാൾക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്ഥലത്തോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ അയാൾക്ക് ആ വർക്ക് ലൂസ് ആവും. സോ ഹീ ഷുഡ് ബി ഗിവൺ കോമ്പൻസേഷൻ ആൻഡ് ഓൾസോ എ നോട്ടീസ് സോ ദാറ്റ് ഹി ക്യാൻ ഫൈൻഡ് അനദർ ജോബ്. ദെൻ ബട്ട് സം ഓഫ് ദ വർക്ക്മെൻ വിൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ഫോർ ദ നോട്ടീസ് ആൻഡ് കോമ്പൻസേഷൻ. അവരാരാണ്? ദ സർവീസ് ഇൻറ്ററപ്റ്റഡ് ബൈ ട്രാൻസ്ഫേഴ്സ്. ട്രാൻസ്ഫർ കൊണ്ട് ഒരിക്കലും അവരുടെ സർവീസ് ഇൻറ്ററപ്റ്റ് ആവുന്നില്ല. തൊട്ടടുത്തുള്ള സ്ഥലത്തോട്ടാണ് അവർ ട്രാൻസ്ഫർ ആണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് വരാൻ പറ്റുന്ന, ആ വർക്കറിന് വരാൻ പറ്റുന്ന ലൊക്കേഷനിലേക്ക് തന്നെയാണ് നമ്മുടെ എൻ്റർപ്രൈസ് മാറുന്നെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണ്ട. സിമിലർലി ദ സർവീസ് ടേംസ് ആൻഡ് കണ്ടീഷൻ ആഫ്റ്റർ ട്രാൻസ്ഫർ ആർ നോട്ട് ലെസ് ഫേവറബിൾ ടു ദ വർക്ക്മാൻ. ഒരു ഫേവറബിലിറ്റിക്ക് ഒരു കുറവുമില്ല. അപ്പോൾ എല്ലാ നേരത്തെ കിട്ടിയിരുന്ന നേരത്തെ കിട്ടിയിരുന്ന സ്ഥലത്തു നിന്നുള്ള അതേ സർവീസും കണ്ടീഷൻസുമാണ് ആ വർക്ക്മാന് കിട്ടുന്നതെങ്കിൽ ഹീ നീഡ് നോട്ട് ബി ഗിവൺ എനി നോട്ടീസ് പീരീഡ് ഓർ എനി കോമ്പൻസേഷൻ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇതൊക്കെയാണ് കോമ്പൻസേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് മെൻഷൻ ഇൻ ദ സെഷൻ 25FF. ഇനി നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ക്ലോഷർ. ക്ലോഷർ എന്താണ്? ഇൻ സെഷൻ 2CC, closure means the permanent closing down of a place of employment or part thereof. പെർമനൻറ്റ് ക്ലോസിങ് ഓഫ് എ പ്ലേസ് ഓഫ് ഒരു എംപ്ലോയ്മെൻറ്റ് ഏരിയ മൊത്തത്തിൽ അടച്ചു പൂട്ടുന്നതിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത്. ഫ്രം ദ വേർഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നോട്ടീസ് അറ്റ്ലീസ്റ്റ് 60 days in advance to the date of closing of the place of employment. 60 days മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കണം അവിടുത്തെ എംപ്ലോയീസിനെ കംപ്ലീറ്റ് ക്ലോഷർ ചെയ്യുന്നുണ്ടെങ്കിൽ. Employee not less than 1 year service compensation equals to 15 days pay for every completed year of service or part thereof in excess of 6 months. ലേ ഓഫ് കോമ്പൻസേഷൻ പറഞ്ഞ പോലെ തന്നെ 1 yearൽ നോട്ട് ലെസ് ദാൻ വർക്ക് ചെയ്ത ഒരാൾക്കാണെങ്കിൽ 15 days ഓഫ് എവറി കംപ്ലീറ്റഡ് ഇയർ പേ കൊടുക്കണം. പിന്നെ 6 മാസം വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കൂടെ കൊടുക്കണം. ഈ ക്ലോഷർ ചെയ്യാൻ പല പല കാരണങ്ങളുണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കൊണ്ടൊരു എൻ്റർപ്രൈസ് ക്ലോസ് ചെയ്യാം. അക്യുമുലേറ്റഡ് ഇൻഡിസ്പോസ്ഡ് സ്റ്റോക്ക് കൊണ്ട് ക്ലോസ് ചെയ്യാം. ദെൻ എക്സ്പയറി പീരീഡ് ഓഫ് ലീസിൻ്റെ പീരീഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ക്ലോസ് ചെയ്യാം. എക്സോഷൻ ഓഫ് മിനറൽസ് ഇൻ കേസ് ഓഫ് മൈനിങ് ഓപ്പറേഷൻ, ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ക്യാൻ ക്ലോസ്. These are some of the reasons for the closure of enterprise or a place of employment. Okay. Similarly, section 25O necessitates the employer to apply to the appropriate authority for prior permission at least 90 days before the date of which the management is intended to close down the establishment. ഓരോ എംപ്ലോയറും അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് പ്രയർ പെർമിഷൻ എടുക്കണം 90 days ബിഫോർ. ഇപ്പോൾ അവരുടെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്കേഴ്സ് 100 പേരിലും കൂടുതലുണ്ടെങ്കിൽ 90 days ആണ്. നോർമലി നമ്മൾ നേരത്തെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 60 days in advance പറഞ്ഞു. ബട്ട് ഇഫ് ദ എംപ്ലോയീസ് ആർ മോർ ദാൻ 100, 90 days നോട്ടീസ് വിൽ ബി ടേക്കൺ. ദാറ്റ് ഇസ് മെൻഷൻഡ് ഇൻ ദ സെഷൻ 25O. ഇനി ലാസ്റ്റ് വണ്ണാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓഡിറ്റ് എന്താണ്, അതേപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ റിസർച്ച്. ഈ 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞ് നമ്മുടെ പോർഷൻ കഴിയാണ്. ദാറ്റ് ഈസ് ദ മൊഡ്യൂൾ നമ്പർ 3 is complete, I think. Okay. So what is industrial audit? Industrial relation audit. It is investigating, analytical and comparative process. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക നമ്മുടെ ഒരു കമ്പനിയിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നല്ല പോലെയാണോ, അതിൽ എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തുക, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിസർച്ച് ഫോർ അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഗോൾസ്. So it can be defined as the systematic verification of job analysis, employee morale, participative management, welfare and social security, safety and health, industrial relation, trade unionism and dispute and the resolution. ഇതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മുടെ ഒരു ഓർഗനൈസേഷനെ മുഴുവൻ ജോബ് അനാലിസിസ് തൊട്ട് ഡിസ്പ്യൂട്ട്സ് വരെയുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന എന്ത് സംഭവത്തിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി വെരിഫൈ ചെയ്യുന്നതിനാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. There are 2 types of industrial relation audit which are internal and external.
ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോർമലി. ആൻഡ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ഒരു പുറത്തുനിന്നൊരു ഏജൻസി ആയിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സം ഫേംസ് ആൻഡ് ഏജൻസി പ്രിഫർ ആൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ടേക്കൺ ബൈ ദ റെഗുലർ സ്റ്റാഫ് മെമ്പേഴ്സ്. Others propose an external audit in which the correct policies and practice are reviewed and evaluated by auditors specially employed for this purpose. ഈ പർപ്പസിന് വേണ്ടി തന്നെയുള്ള ആൾക്കാർ, പുറത്തുനിന്ന് ആൾക്കാരായിരിക്കും ആ ഓഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി ഓഡിറ്റ് തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സി ആളെ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഓക്കെ അല്ലേ നോക്കുന്നു. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിരിക്കും നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തിനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓഡിറ്റ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഇമേജ് ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് IR relations. It motivates employees and boosts their morale. It provides smooth adoption of changing mindset. It provides systematic job analysis and sound performance appraisal system. It serves as a check on the activities of the industrial relation department, finds the problem of the workers and solves them. കുറേ functions ഉണ്ട്. I have just mentioned some of the functions. ഒരു ഹ്യൂമൻ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്നൊരു ഇമേജ് കിട്ടും. ഒരു ഓഡിറ്റൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷൻ അതിൻ്റേതായ ഒരു ഇമേജ് കിട്ടും. അതേപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ നല്ല രീതിയിലാണോ നടക്കുന്നത്, അതിന് എത്ര രീതി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്ന് ആ ഓഡിറ്റിലൂടെ മനസ്സിലാവും. എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ, അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം കൂടും. ദേ വിൽ ബി മോട്ടിവേറ്റഡ്. പിന്നെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റും. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, നെഗോസിയേഷൻ വരും, ലേ ഓഫ് വരും, അത് വരും ഇത് വരും എന്ന് പറയുമ്പോൾ നോർമലി അവർ മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ദെൻ സിസ്റ്റമാറ്റിക് ജോബ് അനാലിസിസ് ഉണ്ടാവും. IR ഡിപ്പാർട്ട്മെൻറ്റ് നല്ലപോലെ വർക്ക് ചെയ്യും, വർക്കേഴ്സിൻ്റെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് പോകാൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ റിസർച്ച് എന്താണെന്ന്. ഇതിനെങ്ങനെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ റിസർച്ച് വേണം. സോ ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് ടൂൾ. ഇറ്റ് ഈസ് എ ബെറ്റർ സൊല്യൂഷൻ. ഒരു പ്രോബ്ലത്തിന് ബെറ്റർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ റിസർച്ച് ചെയ്യുന്നത്. എപ്പോഴും ഒരു പ്രോബ്ലത്തിനല്ലേ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഡിറൈവ് ബെറ്റർ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. മെമ്പേഴ്സ് ഹു കണ്ടിന്യൂ സ്റ്റഡി ഓൺ പ്രോബ്ലംസ്. ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ റിസർച്ചിൽ മെയിൻ വേണ്ടത് എപ്പോഴും റിസർച്ച് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിനെ വേണം. അതേപോലെ എല്ലാ മാനേജേഴ്സും അവരുടെ ട്രേഡ് യൂണിയനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടാവണം? ട്രേഡ് യൂണിയനിസം വേണം, അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്, എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ആ മാനേജ്മെൻറ്റ് നടക്കേണ്ടത്. കളക്റ്റീവ് ബാർഗെയിനിങ് ഉണ്ടാകും. രണ്ട് കൂട്ടർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞത് തീർക്കണം. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകും, അത് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. ആൻഡ് ഓൾസോ വി ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ വർക്കേഴ്സ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇതെല്ലാം നമ്മുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൂടാതെ ട്രേഡ് യൂണിയനിസം ഉണ്ടാവണം, participative management, collective bargaining, industrial dispute settlement, workers' health, safety and social security. These are the main things that would be seen in a industrial relation research. So by this lecture നമ്മളുടെ third module complete ആവുകയാണ്. ഇൻഡസ്ട്രിയൽ law related to the industrial relation. So today we have discussed some of the portions. I will just go through that. First we have discussed what are the settlement machinery. ഇത്രയും മെഷീനറീസ് പറഞ്ഞു. ദെൻ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് നെഗോസിയേഷൻ, ദെൻ ദ ഫോംസ് ഓഫ് സ്ട്രൈക്ക് that was discussed, and this was the assignment. What is strike, what is the causes, and what is the impact, and what are the forms. Then lockout, gherao, picketing, layoff compensation, retrenchment re-employment, compensation for undertaking transfer, then what is closure, then what is audit, and what is research, industrial audit and industrial research. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ദിവസം ചെയ്തത്. അസൈൻമെൻറ്റ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ.